രാഹുൽ മാങ്കൂട്ടത്തിനെ കുടുക്കാൻ മുമ്പിൽ നിന്ന് യുവനടി ആരാന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ യുവനടിയുടെ കുറച്ച് കള്ളങ്ങളാണ് ഇപ്പം പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം റീസെൻ്റ് ആയിട്ട് ഒരു ഇൻ്റർവ്യൂ ഞാൻ കാണാനിടയുണ്ടായി. അപ്പോൾ അതിൽ ആ ഇൻ്റർവ്യൂ ഇരുന്നൊന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആ യുവനടിയുടെ വായിന്ന് വീഴുന്നതെല്ലാം വെറും പച്ച നുണയാണ്, കള്ളത്തരങ്ങൾ. രാഹുലിനെതിരെ പ്രവർത്തിച്ചിട്ടുള്ളതെല്ലാം വെറും കള്ളങ്ങളാണെന്ന്, രാഹുലിനെ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടി ചെയ്ത വേലകളാണെന്നല്ല, അതിന് നല്ലപോലെ നമുക്ക് വ്യക്തമാവുന്ന കാര്യമാണ്. അപ്പം ഞാൻ എന്തായാലും അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇവിടെ വയ്ക്കാം. അപ്പോൾ അതിനു മുമ്പേ രാഹുലിൻ്റെ ജാമ്യവുമായിട്ട് ബന്ധപ്പെട്ട് നാളെ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടുമെന്ന് ചോദിച്ചാൽ രാഹുലിന് 100% കിട്ടാനുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ ന്യായവും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകൻ വാദിക്കുന്നതിൽ പ്രധാനമായിട്ടും അതിനകത്ത് വെച്ചിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മൊബൈലുകളൊക്കെ പിടിച്ചെടുത്തു. അതിനകത്ത് മത്സരമൊന്നും ഇല്ലാതെയാണ് മൊബൈലും കാര്യങ്ങളൊക്കെ പിടിച്ചെടുത്തിട്ടുള്ളത്. ഇപ്പോൾ എന്ത് സാധനം പിടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിന് കൃത്യമായിട്ടുള്ള നോട്ടീസ് കൊടുക്കുക, അതിന് കൃത്യമായിട്ടുള്ള, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് പോലും എന്തിന് 2 കേസുകളിൽ കോടതി രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യരുത്, കോടതി പോലും അറസ്റ്റ് തടഞ്ഞാണ്. 21-ാം തീയതി വരെ രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. 2 കേസിലും രാഹുൽ മാങ്കൂട്ടം നിലവിൽ പബ്ലിക്കിൽ പുറത്ത് നിൽക്കുന്ന സമയത്ത് രാഹുലിന് എന്ത് ആവശ്യമുണ്ടെങ്കിലും രാഹുലിനെ വിളിപ്പിക്കുക, രാഹുൽ ഏത് സമയത്തും ഹാജരാവാൻ രാഹുൽ മാങ്കൂട്ടം തയ്യാറാവാം എന്ന് പോലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഡ്വക്കേറ്റ് വരെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന കേസിനകത്ത് ഒരു നോട്ടീസും ഒരു കാര്യങ്ങളും രാഹുലിൻ്റെ അഭിഭാഷകന് പോലും ഒരു നോട്ടീസ് അയക്കാതെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തേക്കുന്നത്, ഒരു ഇമെയിലിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പം ഇതിനൊക്കെതിരെ ശക്തമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഡ്വക്കേറ്റ് വാദിച്ചിട്ടുണ്ട്. അപ്പം എന്തൊക്കെ പറഞ്ഞാലും ഏതൊക്കെ ഇത് നോക്കിയാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് തന്നെയാണ് ന്യായം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കോടതിയിൽ നല്ല രീതിയിൽ വ്യക്തമായിട്ട് വിവരിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് എങ്ങനെയൊക്കെ പോയാലും ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഒരുപാട് പിഴവുകൾ, മിസ്റ്റേക്സുകൾ ഇതിനകത്ത് വന്നിട്ടുണ്ട് രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ. അപ്പം അതൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് രാഹുലിൻ്റെ അഭിഭാഷകൻ ശക്തമായിട്ട് വാദിച്ചിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിന് 101% രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടും. കാരണം രാഹുൽ പുറത്ത് ഇറങ്ങരുത് എന്ന് രാഹുലിനെ പൂട്ടിവെച്ചേക്കുന്ന, അല്ലെങ്കിൽ രാഹുലിനെ തകർക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി നടക്കുന്ന ആൾക്കാരെ മെയിനായിട്ടുള്ള ലക്ഷ്യമാണ്. രാഹുൽ പുറത്ത് വന്നു കഴിഞ്ഞാൽ രാഹുലിനെതിരെയുള്ള തെളിവുകളെല്ലാം രാഹുൽ സമർപ്പിക്കും. രാഹുൽ ഇതിൽ നിന്ന് പുഷ്പം പോലെ ഇറങ്ങി വരുമെന്ന് പറയുമല്ലോ, ഇറങ്ങി വരുമെന്നറിയാം. അപ്പോൾ രാഹുൽ മാക്സിമം രാഹുലിനെ പുറത്ത് വിടരുത്. രാഹുലിനെ പുറത്ത് വിടാതെ രാഹുലിൻ്റെ കയ്യിലുള്ള തെളിവുകൾ രാഹുലിന് അനുകൂലമായിട്ട് എന്തെങ്കിലും തെളിവുകളുണ്ടെങ്കിൽ അതൊക്കെ നശിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് രാഹുലിൻ്റെ ജാമ്യാപേക്ഷ ഇങ്ങനെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഇങ്ങനെ കോടതിയെ കൊണ്ട് നീട്ടിപ്പിച്ച് ഇങ്ങനെ കൊണ്ടുപോകുന്നത്. അതല്ലാതെ വേറൊന്നുമില്ല. അപ്പം ഞാൻ യുവനടിയുടെ ഒരു ഇൻ്റർവ്യൂ ഇവിടെ വയ്ക്കാം, അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ അതിനകത്ത് കണ്ടിട്ട് ഞാൻ പറയാം. അപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് രാഹുൽ മാങ്കൂട്ടത്തിനെ പെടുത്താൻ എത്രത്തോളം ഇതിൻ്റെ പുറകിൽ നല്ല കളിച്ചിട്ടുണ്ടെന്ന്. എന്താണ് കേസ് കേട്ട്? സ്കൂൾ കാലഘട്ടത്തിൽ എന്താണ്? സ്കൂൾ കാലഘട്ടത്തിൽ എന്റെ പുറകെ സ്ഥിരമായിട്ട് നടന്നിരുന്ന ഒരു പയ്യനെ ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അന്നുണ്ടായ സംഭവം എന്ന് വെച്ചാൽ നിരന്തരം ഈ ചെക്കൻ എന്റെ പുറകെ ഇങ്ങനെ നടക്കാൻ തുടങ്ങി പയ്യൻ. അപ്പൊ ആദ്യമൊക്കെ ഞാനിങ്ങനെ എനിക്കൊരു താല്പര്യമില്ലാന്ന് പലവണ പറഞ്ഞു, ഹിന്റ് ചെയ്ത് ഒന്നും നടക്കുന്നില്ല, സ്ഥിരം ഇങ്ങനെ പുറകെ എടുക്കുക. അവസാനം ഞാൻ ഒരു ദിവസം എനിക്കങ്ങ് സഹിച്ചില്ല. ഒരു ദിവസം ഞാൻ അവന്റെ ഷർട്ടിന്റെ കുത്തിനെ പിടിച്ചിട്ട് അടിച്ചു. എന്തെങ്കിലും മോശമായിട്ട് വരും അറിയോ? നിരന്തരം എന്റെ പുറകെയാണ്. ഞാൻ ഫ്ലേർട്ട് ചെയ്യുന്നു സ്ഥിരം, ഇങ്ങനെ ഐ മീൻ സ്റ്റോക്ക് ചെയ്യുന്നു സ്ഥിരം. ഞാൻ പലതവണ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല, പിന്നെ നിരന്തരം ഇങ്ങനെ വിടും. നിനക്ക് എന്താടാന്ന് ചോദിച്ചു, അടിച്ചു എന്നല്ല, കോളർ പിടിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചു. അപ്പോഴേക്കും ആൾക്കാർ ഓടിക്കൂടി. അപ്പൊ ആൾക്കാർ ഓടിക്കൂടി ഇപ്പൊ അവർ പറഞ്ഞു, ഓഹ് ഈ പെൺകുട്ടിക്ക് ഇത്രയും ദേഷ്യം, അവൻ അവളെ എന്തോ ചെയ്തിട്ടുണ്ട്. ഒരു കാര്യമില്ലായിരുന്നു എനിക്ക് തോന്നി. കാരണം അങ്ങനെയാ കാണുന്നത് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരാളിൽ നിന്നുള്ളൊരു അനുഭവമാണ് ഇവിടെ യുവനടി പങ്കുവെക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ഒരാൾ ശല്യം ചെയ്തു. ആ ശല്യം ചെയ്ത ആൾ അത് പലവട്ടം ശല്യം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് പലവട്ടം ഇങ്ങനെ ആവർത്തിച്ചു പലവട്ടം ഇത് വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യപ്പോഴത്തേക്ക് അയാളെ കുത്തിനെ പിടിച്ചു, കോളറിൽ പിടിച്ചു, 2 കൊടുക്കാൻ പോയി എന്നൊക്കെയാണ് ഇവിടെ യുവനടി പറയുന്നത്. അപ്പോൾ ഇതിലൂടെ തന്നെ മനസ്സിലാക്കാം രാഹുൽ മാങ്കൂട്ടവുമായിട്ടുള്ളൊരു ബന്ധം. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, രാഹുൽ മാങ്കൂട്ടം അശ്ലീല സന്ദേശം അയച്ചു. ഇനി സാധാരണ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പരാതികളെല്ലാം ത്തിനെതിരെ ഉള്ള പരാതികളെല്ലാം ഈ അതിജീവിതകളെന്ന് പറയുന്ന അവരൊക്കെ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മെസ്സേജ് അയച്ച് പിറ്റേന്ന് തന്നെ രാഹുൽ പറയുന്നുണ്ട്, നീ പ്രഗ്നൻ്റ് ആവാൻ റെഡി ആയിക്കോ, നിന്നെ പ്രഗ്നൻ്റ് ആക്കാൻ പോവാണ്, പിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നാൽ റെഡിയാക്കി വെച്ചോ എന്നുള്ളൊരു
ഒരു മെസ്സേജാണ് അടുത്തത് രാഹുൽ മാങ്കൂട്ടം വിടുന്നതാണ് എല്ലാവരും പറയുന്നത്. അതിൻ്റെ സ്ക്രീൻഷോട്ടുകളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു സ്ക്രീൻഷോട്ട് അങ്ങോട്ട് ഉണ്ടാക്കാനൊന്നും ഇന്ന് മനുഷ്യന്മാരെ AI വെച്ചിട്ട് ഒറിജിനൽ മനുഷ്യന്മാരെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം ഒരു നിസ്സാരമായിട്ടൊരു സ്ക്രീൻഷോട്ടിനകത്ത് രാഹുലിൻ്റെ ഒരു ഫോട്ടോയും വെച്ച് പേര് എഴുതിയിട്ട് അതിനകത്ത് പല നമ്മൾ കണ്ടാണ് രാഹുൽ ഏട്ടൻ, രാഹുൽ 3 ലവ്, അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി എടുക്കാൻ നിസ്സാര സമയം മതി. അപ്പോൾ രാഹുൽ മാങ്കൂട്ടം അശ്ലീല സന്ദേശങ്ങളൊക്കെ അയച്ചിട്ടുണ്ടെന്ന് പറയുന്ന യുവനടിക്കും അങ്ങനെ എന്തായാലും അയച്ചു കാണാതിരിക്കത്തില്ലല്ലോ. എങ്ങനെയാണെങ്കിലും അങ്ങനെയുള്ളൊരു പറഞ്ഞിട്ടുള്ള സ്ക്രീൻഷോട്ടും പുറത്ത് വീണമല്ലോ. അതുമാത്രമല്ല രാഹുൽ മാങ്കൂട്ടം അശ്ലീല സന്ദേശങ്ങളൊക്കെ അയച്ചെന്ന് പറയുന്ന സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ പുറത്ത് വിടട്ടെ. ഇതുവരെ ആരും പുറത്ത് വിട്ടിട്ടില്ലല്ലോ. വേറെ ആർക്കോ അയച്ചിട്ടുണ്ടെന്ന് പറയുന്ന വാലും തുമ്പും ഇല്ലാത്ത കുറച്ച് സ്ക്രീൻഷോട്ടല്ലേ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത്. വാലും തുമ്പും ഇല്ലാത്ത ഒരു ആഡിയോ ക്ലിപ്പും നമ്മൾ കേട്ടു. അല്ലാതെ ഇതിനകത്തൊന്നും വലിയ വ്യക്തമായിട്ടുള്ള തെളിവുകളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അപ്പം അങ്ങനെ ഒന്നുണ്ടെങ്കിൽ മൊത്തവും പുറത്ത് വീഴണം. അതാണ് വേണ്ടുന്നത്. തെളിവ് ഫുള്ള് പുറത്ത് വീഴണം അല്ലേ. അപ്പം ഇവിടെ ഈ യുവനടി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യുവനടിയെ ഈ പറഞ്ഞിട്ടുള്ള ഉപദ്രവിച്ചിട്ടുള്ള പുറമേ നടന്ന് ശല്യം ചെയ്തിട്ടുള്ള ആളെ കുത്തിന് പിടിച്ചു വാരി എന്നാണ് പറയുന്നത്. അപ്പം എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ അങ്ങനെ ഈ കുത്തിന് പിടിച്ച് കോളറിൽ പിടിച്ച് വാരിയെടുത്തതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെ വാരിയെടുത്തില്ല? കാരണം അത്രയും സ്ട്രെയിറ്റ് ഫോർവേഡ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരാൾ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം പലവട്ടം ഇങ്ങനെ ശല്യം ചെയ്ത സമയത്ത് ഇതുപോലെ പ്രതികരിച്ചില്ല? അപ്പം അവിടെ തന്നെ കള്ളം പൊളിഞ്ഞില്ലേ? അവിടെ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കള്ളമാണ്, അവിടെ പൊളിയുമാണ്. അപ്പം പുറമേ നടന്ന് പഠിക്കുന്ന സമയത്ത് ശല്യം ചെയ്ത ഒരു പയ്യനെ കോളറിൽ പിടിച്ച് എന്ന് പറയുന്ന ഒരാൾ ഇത്രയും രാഹുൽ മാങ്കൂട്ടം ഇത്രയും അശ്ലീല ചുവയുള്ള മെസ്സേജ് അയച്ചെന്ന് പറഞ്ഞിട്ടും രാഹുൽ മാങ്കൂട്ടം ഇത്രയും പുറമേ നടന്ന് ശല്യം ചെയ്തിട്ടും എന്തുകൊണ്ട് അവിടെ രാഹുലിനെതിരെ പ്രതികരിച്ചില്ല? രാഹുലിനെതിരെ അന്നൊരു പരാതിയുമായിട്ട് വന്നില്ല. നേരെ മറിച്ച് എന്താണ് ചെയ്തത്? ഈ യുവനടി തന്നെ പറഞ്ഞിട്ടുള്ളത്, രാഹുൽ മാങ്കൂട്ടത്തിനെ ഞാൻ പല സമയത്തും ഞാൻ നന്നാക്കാൻ ശ്രമിച്ചു, നേരെ ആവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാൻ ഇരുന്നു, വീണ്ടും അങ്ങനെ നേരെ ആവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാൻ ഇങ്ങനെ മിണ്ടിക്കൊണ്ടിരുന്നു. അപ്പം വീണ്ടും അതുപോലെ തന്നെ തുടർന്നുകൊണ്ടിരുന്നെന്നാണ് പറയുന്നത്. അപ്പം എന്തുകൊണ്ട് അന്ന് പ്രതികരിച്ച ആൾ എന്നാൽ പിന്നെ അന്ന് ഈ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ കോളറിൽ പിടിച്ച ആളോട് കാണിച്ച അതേ ഇത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനോട് കാണിച്ചില്ല? അത്രയും സ്ട്രേറ്റ് ഫോർവേഡ് ആണെങ്കിൽ അപ്പം എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ അത്രയും ഉപദേശിച്ച വ്യക്തി ഇവിടെ ഈ വ്യക്തിയെയും ഉപദേശിച്ചില്ല? അതിലൂടെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഒരു കള്ളക്കഥയാണ്. അതിലൂടെ പൊളിഞ്ഞു, അതിലൂടെ എക്സ്പോസ് ആയി, പൊളിഞ്ഞെന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഞാൻ ഇവിടെ ഒരു ക്ലിപ്പ് വയ്ക്കാം. അത് മാതൃഭൂമി ന്യൂസിനകത്ത് ഒരു 3 മാസം മുമ്പ് നടന്നിട്ടുള്ള ഒരു ചർച്ചയാണ്. അതിനകത്ത് ഈ പറഞ്ഞിട്ടുള്ള യുവനടിയുണ്ട്, രാഹുൽ ഈശ്വർ, എല്ലാവരും ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞിട്ടുള്ള യുവനടി പറയുന്ന കാര്യങ്ങളും കൂടെ നിങ്ങളൊന്ന് നോക്കിക്കോണം, കണ്ടോണം. കാരണം എത്രമാത്രം കള്ളമാണെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം. കാരണം അതിനൊക്കെ ശേഷമാണ് ഇപ്പം ഈ പറഞ്ഞിട്ടുള്ള 3ാമത് ഒരു പരാതിക്കാരി വന്നിട്ടുള്ളത്. അതിനുശേഷം ഇപ്പോൾ 10 പരാതി വരെ വന്നിട്ടുണ്ട്. അതിൽ ഒരെണ്ണം പ്രായപൂർത്തിയാവാത്ത ഒരു പോക്സോ വരെ വന്നിട്ടുണ്ട് എന്നാണ് ഇപ്പം പറയുന്നത്. കാരണം മൂന്നാമത്തെ പരാതിക്കാരി പറഞ്ഞിട്ടുള്ളത് ഒരു പോക്സോയും ഉണ്ടെന്നാണ്, ഒരു പ്രായപൂർത്തിയാകാത്തൊരു കുട്ടിയുണ്ടെന്നാണ് പറയുന്നത്. അപ്പം എന്തായാലും അതൊന്ന് കണ്ടു നോക്കുക. കാരണം അതിനകത്ത് തന്നെ കള്ളത്തരങ്ങളുണ്ട്. കാരണം അന്നേ ഇത് പ്ലാൻ ചെയ്ത് വെച്ച സംഭവങ്ങളായിട്ടാണ് ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ, കാരണം ഇത് 1ലോ 2ലോ 3ലോ ഇത് അവസാനിപ്പിക്കരുത്. ഇതിങ്ങനെ 4ഉം 5ഉം 6ഉം 7ഉം 8ഉം 9ഉം 10ഉം അതിനിടയ്ക്ക് ഒരു പോക്സോയും കൊണ്ടിട്ട് കൊടുക്കുക, ഇങ്ങനെ കൊണ്ടുപോവുക. ഒരുപാട് ആളുകൾ ഇതിനകത്ത് ഉൾപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വലയിൽ വീണിട്ടുണ്ട് എന്ന് പറഞ്ഞു വെക്കുക. അതാണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാനൊരു 3 മാസം മുമ്പ് ഉള്ളൊരു ആ ഒരു വാർത്തയുടെ ഇത് ഞാനിവിടെ കൊടുക്കാം, നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഇതൊരു പെൺകുട്ടിയുടെ വിഷയമല്ലല്ലോ. ഇപ്പൊ പുറത്ത് വന്നിരിക്കുന്നത് തന്നെ പല പെൺകുട്ടികളുടെ വിഷയങ്ങളുണ്ട്. അതിലൊരു പെൺകുട്ടിയുടെ വോയിസ് റിപ്പോർട്ടർ ചാനലും 24 ചാനലും കൊടുത്തിട്ടുണ്ട്. അതിൽ ആ കുട്ടി പറയുന്നുണ്ട് ആ കുട്ടിയെ വിവാഹം കഴിക്കാന്ന് പറഞ്ഞ് ലൈംഗിക ബന്ധത്തിന് ഏർപ്പെടുത്തിയെന്ന്. അപ്പോൾ ഒരാൾക്ക് എത്ര പേരോട് പ്രണയം തോന്നും? എത്ര സ്ത്രീകളാണ് അവർക്ക് ചാറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് പറയും. ഇന്നലെ സജന എന്ന് പറയുന്ന ലേഡി വന്ന് പറയുന്നു അവർക്കറിയാം പലരുടെ കാര്യം. ഇന്നലെ നിഷാദ് റാവുത്ത് മീഡിയ 1 ചാനലിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് എനിക്കറിയാം പല സ്ത്രീകളുടെ കാര്യമെന്ന്. അപ്പോൾ ഒരാൾക്ക് എത്ര പേരോടാണ് പ്രണയം തോന്നുന്നത്? എത്ര പേരുടെ അടുത്താണ് കുഞ്ഞിനെ വേണം എന്ന് പറയുന്നത്? കുഞ്ഞിനെ വേണം എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിരിക്കുന്ന വേറെ പെൺകുട്ടികളുണ്ട്. പക്ഷെ അവരാരും പരാതിയായിട്ട് വരാത്തതുകൊണ്ട് ഇപ്പൊ രക്ഷപ്പെട്ട് നിൽക്കുന്നതാണ്. അത്രയും വിചാരിച്ചാൽ മതി. അവർക്ക് ധൈര്യമില്ല പരാതിയായിട്ട് വരാൻ. ഇതൊരു വിഷയമല്ല എന്നുള്ളതാണ്. ഇത് എക്സ്പോസ് ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ഇതൊരു വിഷയമായിട്ട് നിൽക്കുമെന്ന് കരുതണം. കാണണം. എത്ര സ്ത്രീകൾക്ക് ഇതുപോലുള്ള മെസ്സേജുകൾ അയച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നു എല്ലാ സ്ത്രീകളും മുന്നോട്ട് വരികയാണെങ്കിൽ ഇത് ഇന്റർനാഷണൽ ലെവൽ ന്യൂസ് ആവും. അമേരിക്കയിൽ പോലും ഇത് വാർത്തയാവും. ഞാൻ പറയാണ് അത്രയധികം സ്ത്രീകൾക്ക് മെസ്സേജ് അത് ലക്ഷ്യം എന്താണ്? അവർക്ക് അറിയുന്ന ഒരു കാര്യം അവർ പറഞ്ഞതല്ലേ, വയലൊക്കെ പോലെ. എങ്ങനെ അറിയാം? എനിക്കറിയാം. ബാക്കിയുള്ള പെൺകുട്ടിക്ക് മെസ്സേജ് അഭിലാഷ് വാർത്ത ഉണ്ടോ? വേറെ മാധ്യമ പ്രവർത്തകയായി
5-6 വർഷം വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്, അവർക്ക് ബന്ധങ്ങളുണ്ടാവും സ്വാഭാവികമായിട്ടും. അഭിലാഷേ, വേറെ ഒരാൾക്ക് കുഞ്ഞ് വേണോ? കണ്ടല്ലോ, ഇത് സന്ദേശം എന്ന സിനിമയിൽ ശ്രീനിവാസൻ എഴുതിയിട്ടുള്ള കഥയുണ്ടല്ലോ, സന്ദേശത്തിന്റെ കഥയുണ്ടല്ലോ, ആ കഥയിൽ നിന്ന് ഒരടി അങ്ങോട്ടോ ഒരടി ഇങ്ങോട്ടോ പോയിട്ടില്ല. അത് തന്നെയാണ് ഇതിനകത്ത് നടന്നിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിനകത്ത് നടന്നിട്ടുള്ളത് അതേ കഥയാണ് ഇതിനകത്ത് എടുത്ത് വെച്ചിട്ടുള്ളത്, വെട്ടിവെച്ചിട്ടുള്ളത്. അപ്പം അന്ന് ഈ യുവനടി പറഞ്ഞിട്ടുള്ളത് ഒരുപാട് പേരുണ്ടെന്നാണ്. അപ്പം ഈ യുവനടിക്ക് എങ്ങനെ അറിയാം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വലയിൽ, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം വലയിൽ പെടുത്തി ഒരുപാട് പേരെ ഇങ്ങനെ പെടുത്തിയിട്ടുണ്ടെന്ന് ഈ യുവനടിക്ക് എങ്ങനെ അറിയാം? അതൊരു ചോദ്യമാണ്. യുവനടിക്ക് എങ്ങനെ അറിയാമെന്നുള്ളൊരു ചോദ്യം ആണ്. യുവനടി കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇത്രയും ആളുകൾ ഈ യുവനടിയെടുത്ത് മാത്രം വന്ന് പരാതിപ്പെടാൻ മാത്രം എന്താണ് ഉള്ളത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഒരുപാട് സ്ത്രീകളുണ്ടല്ലോ, വേറെ എത്രയോ സ്ത്രീകൾ അടുത്ത് വന്ന് പരാതിപ്പെടാൻ യുവനടിയെടുത്ത് മാത്രം വന്ന് പരാതിപ്പെടേണ്ട കാര്യം എന്താണ്? ഇത്രയും ആളുകൾ ഇവരെല്ലാം യുവനടിയെടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഒരുപാട് പേരുണ്ട്, അവരെല്ലാം എനിക്ക് അറിയാവുന്നതാണ് പറയുന്നത്. എന്താല്ലേ? അപ്പം ഇതൊക്കെ കള്ളമാണെന്ന് ഇതിലൂടെ തന്നെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉറപ്പായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. രാഹുൽ തിരിച്ചു വരണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത്, അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ കൂടെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് രാഹുൽ മാങ്കൂട്ടത്തിനുള്ള പിന്തുണ നിങ്ങൾ അറിയിക്കുക. കാരണം രാഹുൽ മാങ്കൂട്ടവുമായിട്ടുള്ള വിഷയത്തിൽ ഇനി ഒരുപാട് വീഡിയോസ് ചെയ്യാനുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ച് രാഹുൽ മാങ്കൂട്ടം തിരിച്ചു വരുന്നത് വരെ രാഹുൽ മാങ്കൂട്ടത്തിനുള്ള പൂർണ്ണ പിന്തുണ എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ കൊടുക്കുന്നതായിരിക്കും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ ഞാൻ രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തിയെക്കാളും ഉപരി എനിക്ക് ആ ഒരു രാഷ്ട്രീയക്കാരനെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയത്തെയാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് മാത്രമാണ്. പിന്നെ രാഹുൽ മാങ്കൂട്ടം മാത്രം ഇതിൽ തെറ്റുകാരനല്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുള്ളതുകൊണ്ടാണ്. കാരണം ഒരു ഉഭയകക്ഷി പ്രകാരം ഒരു പരസ്പര ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ ഒരാൾ മാത്രമാണോ കുറ്റക്കാരൻ? ഒരാളെ മേൽ മാത്രമാണോ ഒരാളെ മാത്രമാണോ ഇത്രയും സമൂഹത്തിന് മുമ്പിൽ ഇത്രയും ദ്രോഹിക്കേണ്ടത്? ഒരിക്കലുമല്ല. ഒരാളെ മാത്രമല്ല കുറ്റക്കാരനാക്കേണ്ടതും, ഒരാളെ മാത്രമല്ല ഇത്രയും ദ്രോഹിക്കേണ്ടതും. രണ്ടുപേരും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് രണ്ടുപേരുടെയും സമ്മതത്തോടു കൂടി മാത്രം. അപ്പോൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും അതിന് തുല്യരാണെന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്.